എക്സ്പെക്റ്റീവ് മോട്ടോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടാറ്റ നാനോ എന്ന വിപ്ലവകരമായ കാർ എന്തുകൊണ്ടാണ് ഇത്രയും വിലക്കുറവായിരുന്നിട്ടും ഇന്ത്യൻ വിപണിയിൽ പരാജയപ്പെട്ടത് എന്ന് നമുക്ക് നോക്കാം. ടാറ്റ നാനോ പരാജയപ്പെടാനുണ്ടായ പ്രധാന കാരണങ്ങൾ: 1. ചീപ്പ് കാർ എന്ന ലേബൽ. ദ സ്റ്റിഗ്മ ഓഫ് എ ചീപ്പ് കാർ. ടാറ്റ നാനോയുടെ പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിന്റെ മാർക്കറ്റിംഗ് ആയിരുന്നു. ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ കാർ, വേൾഡ്സ് ചീപ്പസ്റ്റ് കാർ എന്ന രീതിയിലാണ് ഇത് പരസ്യം ചെയ്യപ്പെട്ടത്. ഇന്ത്യയിൽ ഒരു കാർ വാങ്ങുന്നത് ആളുകൾ തങ്ങളുടെ സാമൂഹിക പദവിയുടെ സ്റ്റേറ്റസ് സിംബൽ ഭാഗമായാണ് കാണുന്നത്. അതിനാൽ ഞാൻ സമൂഹത്തിൽ ഏറ്റവും വില കുറഞ്ഞ കാറാണ് നടക്കുന്നത് എന്ന് മറ്റുള്ളവർ കരുതുന്നത് ആളുകൾ ഇഷ്ടപ്പെട്ടില്ല. അത് കാറിന്റെ ഇമേജിനെ മോശമായി ബാധിച്ചു. 2. സുരക്ഷാ പ്രശ്നങ്ങളും തീപിടുത്തവും. സേഫ്റ്റി കൺസേൺസ്. നാനോ വിപണിയിലിറങ്ങിയ ആദ്യ നാളുകളിൽ ചില കാറുകൾക്ക് തീപിടിച്ച സംഭവം വലിയ വാർത്തയായി മാറിയിരുന്നു. ഇത് വാഹനത്തിന്റെ സുരക്ഷയെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ വലിയ ഭീതിയുണ്ടാക്കി. കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യാൻ സുരക്ഷിതമല്ല ഈ വാഹനം എന്നൊരു ധാരണ പൊതുജനങ്ങളിൽ ഉണ്ടായി. 3. ഓട്ടോറിക്ഷയോടുള്ള സാമ്യം. ദി ഓട്ടോറിക്ഷ ഇമേജ്. നാനോയുടെ 2 സിലിണ്ടർ എഞ്ചിന്റെ ശബ്ദം പലർക്കും ഒരു ഓട്ടോറിക്ഷയുടെ ശബ്ദമായാണ് തോന്നിയത്. കാറിന്റെ വലിപ്പവും രൂപവും, ഉള്ളിലെ ചില ഫീച്ചറുകളുടെ കുറവും കാരണം ഇതൊരു യഥാർത്ഥ കാറല്ല, മറിച്ച് 4 ചക്രമുള്ള ഒരു ഓട്ടോറിക്ഷയാണ് എന്ന തരത്തിലുള്ള ട്രോളുകളും നെഗറ്റീവ് ഇമേജും പടരാൻ കാരണമായി. 4. ഉൽപാദനം വൈകിയത്. പ്രൊഡക്ഷൻ ആൻഡ് ലോഞ്ച് ഡിലേസ്. പശ്ചിമ ബംഗാളിലെ സിംഗൂരിൽ നിർമ്മിക്കാനിരുന്ന പ്ലാന്റ് രാഷ്ട്രീയ പ്രശ്നങ്ങൾ കാരണം ഗുജറാത്തിലെ സാനന്ദിലേക്ക് മാറ്റേണ്ടി വന്നു. ഇത് കാറിന്റെ പ്രൊഡക്ഷൻ വല്ലാതെ വൈകിപ്പിച്ചു. ബുക്ക് ചെയ്ത് മാസങ്ങൾക്ക് ശേഷമാണ് ആളുകൾക്ക് വണ്ടി കിട്ടിയത്. ഈ കാലതാമസം കാരണം കാറിനുണ്ടായിരുന്ന തുടക്കത്തിലെ ആവേശം, ഹൈപ്പ് വിപണിയിൽ നഷ്ടപ്പെട്ടു. 5. സെക്കൻഡ് ഹാൻഡ് കാറുകളിൽ നിന്നുള്ള മത്സരം. കോമ്പറ്റീഷൻ ഫ്രം യൂസ്ഡ് കാർസ്. ഒരു പുതിയ ടാറ്റ നാനോ വാങ്ങാൻ ചെലവാക്കുന്ന പൈസയ്ക്ക് വിപണിയിൽ നല്ല അവസ്ഥയിലുള്ള മാരുതി 800, ആൾട്ടോ തുടങ്ങിയ സെക്കൻഡ് ഹാൻഡ് കാറുകൾ ലഭ്യമായിരുന്നു. നാനോയേക്കാൾ വലിപ്പവും പവറും സ്റ്റാറ്റസും തരുന്ന ഇത്തരം യൂസ്ഡ് കാറുകളിലേക്ക് ആളുകൾ കൂടുതൽ ആകർഷിക്കപ്പെട്ടു. ചുരുക്കത്തിൽ, ടാറ്റ നാനോ ഒരു മോശം കാർ ആയിരുന്നില്ല, മറിച്ച് സാധാരണക്കാർക്ക് ഒരു കാർ എന്ന രത്തൻ ടാറ്റയുടെ മികച്ചൊരു സ്വപ്നമായിരുന്നു അത്. എന്നാൽ വില കുറഞ്ഞത് എന്ന ലേബൽ വിപണിയിൽ അതിന് തിരിച്ചടിയാവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കോമന്റ് ചെയ്യൂ.